ഇസ്രായേലിൽ നരകം തീർത്ത് ഇറാൻ. യുദ്ധം തുടങ്ങിയതിന് ശേഷം ആദ്യമായിട്ടും ഇസ്രായേലിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടുമാണ് ഭീകരവും ഭയാനകരവുമായിരിക്കുന്ന ആക്രമണം അല്ലെങ്കിൽ ആക്രമണ പരമ്പര ഇറാനിൽ നിന്ന് ഇസ്രായേലിന് നേരെ ഉണ്ടായത്. എല്ലാ പ്രതിരോധ സംവിധാനം തകർത്തുകൊണ്ട് 10-ലധികം, ചില റിപ്പോർട്ടിൽ പറയുന്നത് 60-ലധികം എന്നുള്ളതാണ്, അത്രയും ബിൽഡിങ്ങുകൾ നിലംപൊത്തി. പൊടിപടലങ്ങൾ പോലെ ബിൽഡിങ്ങിൻ്റെ കഷ്ണങ്ങൾ ചെതറിപ്പോയി എന്നാണ് റിപ്പോർട്ട്. 100-ലധികം ആളുകൾക്ക് പരിക്കേറ്റു എന്ന് ഇസ്രായേൽ സമ്മതിക്കണമെങ്കിൽ എത്രത്തോളം ഗൗരവമായിരിക്കും, അല്ലെങ്കിൽ എത്രത്തോളം ഭീകരമായിരിക്കും ആ ആക്രമണം എന്ന് നമുക്ക് വിലയിരുത്താവുന്നതാണ്. 60-ലധികം ആളുകൾക്ക് പരിക്ക് ഗുരുതരമാണ് എന്ന റിപ്പോർട്ടും പുറത്തു വന്നു. അപ്പോൾ എത്രത്തോളം ആളുകൾക്ക് മരണം സംഭവിച്ചിട്ടുണ്ട്, എത്രത്തോളം ആളുകൾ പരിക്കേറ്റിട്ടുണ്ട്, എത്രത്തോളം ബിൽഡിങ്ങുകൾ തകർക്കപ്പെട്ടിട്ടുണ്ട് എന്നത് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. 100 ആളുകൾ കൊല്ലപ്പെട്ടാൽ ഒരാൾക്ക് പരിക്കേറ്റു എന്ന് പറയുന്ന രാജ്യമാണ് ഇസ്രായേൽ. അങ്ങനെ ആ സമയത്ത് അവർക്ക് 100 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്നുള്ളതും 60-ലധികം ആളുകളുടെ നില ഗുരുതരമാണ് എന്ന് പറയുന്ന സമയത്തും നമുക്കത് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും കഠോരമായിരിക്കുന്ന ഒരു ആക്രമണം ഒരു മുസ്ലിം രാജ്യത്തിൽ നിന്ന് ഇസ്രായേലിന് നേരെ ഉണ്ടായത് എന്ന് അമേരിക്ക സ്ഥിരീകരിച്ചു. അപ്പോൾ ഇപ്പോഴത്തെ ഈ മിസൈലുമായിട്ട് ബന്ധപ്പെട്ട് ഹൈപ്പർസോണിക് മിസൈൽ പോലെ കഠിനമായിരിക്കുന്ന മിസൈൽ പരീക്ഷണം തങ്ങൾ ആരംഭിക്കൂ എന്നുള്ളതും തങ്ങളുടെ യുദ്ധം വരാൻ പോകുന്നേ ഉള്ളൂ എന്ന് കഴിഞ്ഞ ദിവസമാണ് ഇറാൻ്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഗ്ചി പ്രസ്താവനയിൽ പറഞ്ഞത്. നിങ്ങൾ കാണുന്ന യുദ്ധമല്ല, ഞങ്ങളുടെ യുദ്ധം പിറകിൽ വരാനുണ്ട് എന്ന തരത്തിൽ അദ്ദേഹം പറഞ്ഞു വെച്ചിട്ട് വല്ലാതൊന്ന് മണിക്കൂറുകൾ കഴിയുന്നതിന് മുമ്പേ ആക്രമണം നടത്തി. കണ്ണിന് കണ്ണ് എന്ന രീതിയിൽ ഞങ്ങൾ തിരിച്ചടിക്കും എന്നുള്ളതാണ് ഇറാൻ്റെ പ്രസിഡന്റ് അതിന് 2 ദിവസം മുമ്പ് പറഞ്ഞത്. ഇറാൻ്റെ ആണവ കേന്ദ്രത്തിന് നേരെ കഴിഞ്ഞ ദിവസം ഇസ്രായേലും അമേരിക്കയും സംയുക്തമായി ആക്രമണം നടത്തിയതിന് പ്രത്യാക്രമണമായിട്ടാണ് തങ്ങൾ ഈ പ്രവൃത്തി ചെയ്തത് എന്നുള്ളതും ഇസ്രായേൽ ഡിമോണ ആയുധ നിലയത്തിന് നേരെ ആക്രമണം നടന്നിട്ടുണ്ട് എന്ന റിപ്പോർട്ട് പുറത്തു വന്നു. ഇപ്പോൾ അവിടെ ഇസ്രായേൽ പറയുന്നത് അതിൻ്റെ 80 കിലോമീറ്റർ മാറിയിട്ടാണ് ആക്രമണം നടന്നത് എന്നുള്ളതാണ്. എന്നാൽ അന്താരാഷ്ട്ര ചില മീഡിയകൾ പറയുന്നത് അങ്ങനെയല്ല സംഭവം, ഡിമോണ ആയുധ നിലയത്തിന് നേരെ തന്നെ ആക്രമണം നടന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇറാൻ ഒരു ആക്രമണം നടത്തുന്ന സമയത്ത് ഇറാൻ്റെ അതിർത്തി കഴിഞ്ഞു, ഇറാഖിൻ്റെ അതിർത്തി കഴിഞ്ഞു, സിറിയയുടെ അതിർത്തി കഴിഞ്ഞു, ജോർദാൻ്റെ അതിർത്തി കഴിഞ്ഞിട്ട് വേണം ഇസ്രായേലിലെത്താൻ. അങ്ങനെ ഒരു വലിയൊരു വിഷയം ഇറാനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. ഈ മേഖലയിലെല്ലാം ഇറാഖിൻ്റെയും സിറിയയുടെയും ജോർദാൻ്റെയും അതിർത്തി മേഖലയിലെല്ലാം പ്രതിരോധ സംവിധാനങ്ങളുണ്ട്. അയൺ ഡോം പോലെയുള്ള, ആരോഗ്യ പോലെയുള്ള എല്ലാ പ്രതിരോധ ഈ സംവിധാനത്തെ തകർത്തിട്ട് വേണം ഇസ്രായേലിലേക്ക് എത്താൻ. അപ്പോൾ എത്രത്തോളം കഠിനമായിരിക്കുന്ന പ്രവൃത്തിയാണ് അവർ ചെയ്തത് എന്ന് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ 31 രാജ്യങ്ങളുമായിട്ട് യുദ്ധം ചെയ്യേണ്ട ഒരു സാഹചര്യം വേണമെങ്കിൽ ഉണ്ടാവും എന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതിൻ്റെ കാര്യം ഇത് ഇറാൻ പറഞ്ഞതാണ്. അതിൻ്റെ കാര്യം എന്ന് പറയുന്നത്, ദേശീയ നേതൃത്വം വീണാൽ, അതായത് തെഹ്റാൻ വീണാൽ പിന്നീട് നിങ്ങൾ യുദ്ധം ചെയ്യേണ്ടത് 31 പ്രവിശ്യ രാജ്യവുമായിട്ടാണ്. ഇറാനിൽ 31 പ്രവിശ്യകളാണുള്ളത്. ഈ 31 പ്രവിശ്യകൾക്കും പ്രത്യേകപരമായിരിക്കുന്ന സൈനിക സംവിധാനവും ആയുധ സംവിധാനവും മിസൈൽ സംവിധാനവും എല്ലാം ക്രോഡീകരിക്കപ്പെട്ടിട്ടുണ്ട്. അത് ഓട്ടോമാറ്റിക്കായിട്ട് രാജ്യമായിട്ട് മാറും. തലപ്പത്തുള്ള ആളുകൾ മരണപ്പെട്ട് കഴിഞ്ഞാലും, അതായത് തല പോയാൽ ഉടൽ യുദ്ധം ചെയ്യുന്ന രീതിയിലുള്ള സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. ഇതേ സംവിധാനം ഹിസ്ബുള്ള ഗ്രൂപ്പിൻ്റെ ലെബനാനിലും ഒരുക്കിയിട്ടുണ്ട് എന്ന റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നു. ലെബനാനിൽ അതിശക്തമായിരിക്കുന്ന ആക്രമണം എന്ന് മാത്രമല്ല, ഇസ്രായേലിൻ്റെ ഭൂമിയിലേക്ക് അവർ ഇരിച്ചു കയറുന്ന രീതിയിലുള്ള പ്രവൃത്തികൾ ഇപ്പോൾ അവിടെ നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ രീതി അങ്ങനത്തെയാണ്. നേതൃത്വ നിര നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നീട് അണികൾ ഓട്ടോമാറ്റിക്കായിട്ട് നേതാവാകുന്ന രീതിയിലുള്ള സംവിധാനം ഒരുക്കിയിട്ടാണ് ഇപ്പോഴത്തെ ആക്രമണങ്ങൾ തുടങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് അതിനെ പിടിച്ചു കിട്ടാൻ വേണ്ടി സാധിക്കുന്നില്ല എന്നുള്ളത് എടുത്ത് വലിയ രീതിയിലുള്ള പ്രയാസം ഇസ്രായേൽ അനുഭവിക്കുന്നു. അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുകയും സ്കൂൾ പോലെയുള്ള വിദ്യാലയങ്ങൾക്ക് അവധി നൽകുകയും 50-ലധികം ആളുകൾ കൂടി നിൽക്കാൻ പാടില്ല എന്നുള്ളൊരു പ്രസ്താവന ഇറക്കി. ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്ത് രാജ്യത്തുടനീളം വിദ്യാലയങ്ങൾക്ക് അവധി നൽകിയിരിക്കുന്നത്, വിദ്യാലയം പ്രവർത്തിക്കാൻ പാടില്ല എന്നുള്ളൊരു പ്രസ്താവന ഇറക്കുന്നത് യുദ്ധം തുടങ്ങിയ ശേഷം ഇത് ആദ്യമായിട്ടാണ്. ഏതെങ്കിലും മേഖലയിലേക്ക് ആക്രമണം ഉണ്ടാകും, തെലവീവ് മേഖലയിൽ ആക്രമണം ഉണ്ടാവുകയാണെങ്കിൽ ആ മേഖലയിലെ സ്കൂൾ സ്ഥാപനങ്ങൾക്ക് അവധി കൊടുക്കാറുണ്ട്. ഇപ്പം നേരെ തിരിച്ചാണ് സംഭവം. രാജ്യത്തൊട്ടുക്കും ഇപ്പോൾ അടിഞ്ഞു കിടക്കുകയാണ്. കാര്യം അത്രക്ക് ഭയാനകരമായിരിക്കുന്ന ആക്രമണം ഇനി വരാനുണ്ട്. നമ്മളിപ്പോൾ സംസാരിക്കുന്ന സമയത്തും ആക്രമണം നടന്നുകൊണ്ടേയിരിക്കുന്നു. ഇന്നലെ രാത്രി പുലർച്ചയോട് കൂടിയിട്ട് ആരംഭിച്ചിട്ടുണ്ട്, ഇപ്പോഴും കണ്ടിന്യൂ തുടർന്നുകൊണ്ടിരിക്കുന്നു. ആശുപത്രിയിൽ നിറഞ്ഞു കവിയുന്നു, ആളുകൾ ഭയവിഹുലരായിട്ട് ചെതറി ഓടുന്ന ഒരു ദയനീയ കാഴ്ച ഉണ്ടാകുന്നു. ഇപ്പോൾ പൊടിപടലങ്ങൾക്കിടയിൽ നിന്ന് മനുഷ്യരെ കണ്ടെത്തുക എന്ന് പറഞ്ഞ പോലും വലിയ പ്രയാസമാണ്. അതിൻ്റെ സഹായ സാമഗ്രികളുടെ അഭാവം അവിടെ പ്രകടമാണ് എന്നുള്ളതാണ്. അപ്പോൾ ഏതൊരു പ്രദേശത്തും ഒരു അപകടം ഉണ്ടാകുന്ന സമയത്ത് അവിടേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ആംബുലൻസ് പോലെയുള്ള
ഈ ഫയർഫോഴ്സ് പോലുള്ള സംവിധാനങ്ങളൊക്കെ എത്തും. എന്നാൽ ഒരേ സ്ഥലത്ത് 10-ലധികം മേഖലയിൽ ആക്രമണം ഉണ്ടായി കഴിഞ്ഞാൽ ഈ അവിടെ എത്തുക എന്നുള്ളത് വലിയ പ്രയാസമാണ്. അപ്പോൾ ഈ ആശുപത്രിയിൽ എത്തിക്കാൻ സാധിക്കാത്ത ബിൽഡിൻ്റെ അകത്ത് കുടുങ്ങിക്കിടക്കുന്ന 500-ലധികം ആളുകളുണ്ട് എന്ന റിപ്പോർട്ട് പോലും പറയുന്നു. അത്രക്ക് മാരകമാണ്. അത് അപ്രതീക്ഷിതമായിട്ടുള്ള ആക്രമണമാണ് ഈ നേരെ ഉണ്ടായത്. കാരണം ഇതൊരു ഈ പ്രദേശം ഒരു ഭീഷണിയുള്ള ഏരിയ അല്ല എന്ന് പറയുന്നു. ജനനിബിഡമായിരിക്കുന്ന പ്രദേശത്തിൻ്റെ മേഖലയിലാണ് ആക്രമണം നടന്നത് എന്നുള്ളതും എല്ലാവിധ പ്രതിരോധ സംവിധാനം തകർക്കപ്പെട്ടു എന്നുള്ളതും അവരുടെ ബങ്കറുകൾ പോലും തകരുന്ന രീതിയിലോ അല്ലെങ്കിൽ ബിൽഡിങ്ങുകൾ തകർന്ന് ബങ്കറിന് മേലെ വീണ കാരണത്താൽ അതിനകത്ത് കുടിയിരിക്കുന്ന ആളുകളെ രക്ഷപ്പെടുത്താൻ സാധിക്കാത്ത വിധത്തിൽ ഇസ്രായേൽ പ്രയാസപ്പെടുന്ന ഇത് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ്. അപ്പോൾ അവർ ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർ നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ള യുദ്ധമാണ്. അവർക്ക് എന്ത് നഷ്ടപ്പെടുന്നു എന്നുള്ളതല്ല. അവർ ആ രാജ്യവും അവിടുത്തെ ജനങ്ങളും അതിൻ്റെ സംവിധാനങ്ങളും നിലനിൽക്കാൻ വേണ്ടി ഏത് തരത്തിലുള്ള പ്രവൃത്തികളും ചെയ്യും എന്ന് ഇതിന് മുൻപ് തന്നെ ഈ ഇറാൻ്റെ പ്രസിഡന്റ് പറഞ്ഞതാണ്. ദയയും കാരുണ്യവും യുദ്ധത്തിലില്ലെന്നും അത് ഞങ്ങൾക്ക് മുമ്പേ അസ്തമിച്ചിരിക്കുന്നു എന്നുള്ളതും ഞങ്ങളുടെ നേതാവിനെ കൊലപ്പെടുത്തിയതിന് തങ്ങൾ രക്തത്തിന് പകരം ചോദിക്കുക തന്നെ ചെയ്യും എന്നത് അവർ ആവർത്തിക്കുകയും ചെയ്തു. അതിൻ്റെ ഒരു ആവർത്തനത്തിൻ്റെ ഈ തുടക്കം കുറിക്കപ്പെട്ടിരിക്കുന്നു എന്ന തരത്തിലുള്ള ഇതുവരെയുള്ളത് യുദ്ധമല്ലെന്നും യുദ്ധം വരാനിരിക്കുന്നു എന്നുള്ളതും ആരാണ് യുദ്ധം തുടങ്ങിയത് അവരായിരിക്കില്ല യുദ്ധം അവസാനിപ്പിക്കുക എന്നൊക്കെ ഇറാൻ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വെറുതെ ഒരു ഡയലോഗ് മാത്രമായിട്ട് ലോകം വിശ്വസിച്ചു. എന്നാൽ ഇന്നലത്തോടു കൂടി ആ റൂട്ടിന് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. കൃത്യമായിരിക്കുന്ന ലക്ഷ്യം കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് റഷ്യ വല്ലാത്ത രീതിയിൽ സഹായം ഇറാന് ചെയ്യുന്നുണ്ട് എന്നുള്ളത് കൃത്യമായി. അപ്പോൾ മിസൈൽ സംവിധാനങ്ങളും അത് ഉപയോഗിക്കാനുള്ള ഉദ്യോഗസ്ഥരും ബന്ധപ്പെട്ടവരും എല്ലാം ഇറാൻ്റെ കൈവശത്തിലുണ്ട്. അതിന് ലക്ഷ്യം കാണിച്ചു കൊടുക്കാൻ റഷ്യയുമുണ്ട്. അപ്പോൾ സാറ്റലൈറ്റ് ചിത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് വളരെ കൃത്യമായിരിക്കുന്ന ലക്ഷ്യം കാണിച്ചു കൊടുക്കുകയും ആ റൂട്ടിലൂടെ മിസൈലെ പായിപ്പിച്ചിട്ട് ആക്രമണം ചെയ്യുന്ന രീതിയാണ് ഇപ്പം നടക്കുന്നത് എന്ന് ഏറെക്കുറെ റിപ്പോർട്ടായിട്ട് പുറത്തു വരുന്നു. അഥവാ റഷ്യ വളരെ കൃത്യതയോട് കൂടിയിട്ട് ഇറാനെ സഹായിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് ചുരുക്കം. ഞങ്ങളുടെ സൗഹൃദ രാജ്യമാണ്, നയതന്ത്ര ബന്ധമുള്ള രാജ്യമാണ്. ഉക്രൈനുമായിട്ട് ബന്ധപ്പെട്ടതിന് വലിയ സഹായങ്ങൾ ഇറാൻ്റെ ഭാഗത്ത് ഞങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അവരൊരു പ്രതിസന്ധി ഉണ്ടാകുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് അവരെ സഹായിക്കുക എന്നുള്ളത് ഞങ്ങളുടെ കടമയാണ്, തങ്ങളത് നിർവഹിക്കും എന്ന് ഇറാൻ്റെ വിദേശകാര്യ സഹമന്ത്രി ഇതിനിടെ പറഞ്ഞിരുന്നു. ഞങ്ങൾ നിഷ്പക്ഷമല്ല, ഞങ്ങൾ പക്ഷമാണ്, ഞങ്ങൾക്കൊരു പക്ഷമുണ്ട്, ആ പക്ഷം ഇറാനോടൊപ്പമാണ്, അവരെ സംരക്ഷിക്കുക എന്നുള്ളത് നിർബന്ധമായിരിക്കുന്ന കാര്യമാണ് എന്നുള്ള കാര്യം ഇതിനു മുൻപ് റഷ്യ പറഞ്ഞത് തന്നെ വലിയ വിവാദമായിരുന്നു. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇറാൻ എന്ന് പറയുന്ന രാജ്യം അതിൻ്റെ തനിമയോടുകൂടി എങ്ങനെയാണോ നിലനിന്നത് ആ രീതിയിൽ നിലനിൽക്കൽ അനിവാര്യമാണ്. അവരുടെ കടലിടുക്കുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിലൊക്കെ വലിയ രീതിയിലുള്ള ഗുണമുണ്ടായ രാജ്യങ്ങളിലൊന്ന് റഷ്യയാണ് എന്നതിനാൽ അത് ഈ കടലടക്കുന്ന സമയത്ത് അതിൻ്റേതായിരിക്കുന്ന പ്രയാസം അവർക്കുണ്ടാവും. ആ പ്രയാസം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഭരണ സംവിധാനം എങ്ങനെ നിലനിൽക്കുന്നോ ആ നിലനിൽക്കുന്ന സംവിധാനം അത്ര തന്നെ മഹത്വത്തോടു കൂടി നിലനിൽക്കൽ അനിവാര്യമാണ് എന്നവർ പറഞ്ഞു വെക്കുന്നു. നമ്മൾ കൂട്ടി വായിക്കുന്ന സമയത്ത് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്ത് ഒരു പൗരൻ സുരക്ഷിതനല്ലെന്ന് ഓരോരോ പൗരനും ബോധ്യമായിരിക്കുന്നു. അപ്പോൾ ലോകാടിസ്ഥാനത്തിൽ 1948 കാലത്ത് ഇസ്രായേൽ സ്വതന്ത്രമായ സമയത്ത് ഒരു പ്രസ്താവന ഇസ്രായേലിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. അവർ പറഞ്ഞിരിക്കുന്ന കാര്യമാണ്, ലോകത്താകമാനുള്ള ജൂത വിശ്വാസികളെ നിങ്ങൾ ഇങ്ങോട്ട് വരൂ, ഇവിടെ നിങ്ങളുടെ സ്വപ്ന വാഗ്ദത്ത ഭൂമിയുണ്ട്, ആ ഭൂമിയിലാണ് നിങ്ങൾ താമസിക്കേണ്ടത്, നിങ്ങൾ ഇങ്ങനെ ചെതറിക്കിടക്കേണ്ട വിഭാഗങ്ങളൊന്നും അല്ല എന്ന് ഇസ്രായേൽ പറയുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇതിനെക്കുറിച്ച് ബോധമില്ലാത്ത ജൂത വിഭാഗങ്ങൾ വ്യത്യസ്ത ലോകത്ത് നിന്ന് കൊച്ചിയിൽ നിന്ന് പോലും ജൂതന്മാർ അവരുടെ ഭൂമി കാര്യങ്ങളും അവരുടെ സെനഗോലുകളൊക്കെ വിട്ടുകൊണ്ട് ഇസ്രായേലിലേക്ക് പോയിട്ടുണ്ട്. അവരൊക്കെ ഇപ്പോൾ സ്വന്തം ദേശത്തേക്ക്, അതായത് എവിടുന്നാണോ വന്നത് അങ്ങോട്ട് തിരിച്ചു പോകാൻ വേണ്ടി വെപ്രാളപ്പെടുകയാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ എയർപോർട്ടില്ല, പുറത്തിറങ്ങാൻ പറ്റുന്നില്ല, ഭക്ഷണസാധനങ്ങൾ കിട്ടുന്നില്ല, വല്ലാത്ത രീതിയിൽ ഭയം കൊണ്ട് തിലങ്ങും വിലങ്ങും ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു എന്ന് പറയുന്നത് വല്ലാത്ത രീതിയിൽ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം പ്രയാസം ഉണ്ടാക്കുന്ന കാര്യമാണ്. അപ്പോൾ ലോകത്തിന് മുൻപിൽ ഇസ്രായേൽ എന്ന് പറഞ്ഞ രാജ്യം ഉയർത്തിക്കൊണ്ടുവന്ന മേൽഭാഗത്തേക്ക് വെച്ച എല്ലാ അവരുടെ അഭിമാനവും താഴെ വീണ് ഉടഞ്ഞു പോയിരിക്കുന്നു എന്ന് മാത്രമല്ല, ഇസ്രായേൽ യുദ്ധം ചെയ്താൽ പരാജയപ്പെടുത്താൻ പറ്റുന്ന രാജ്യമാണ് എന്ന് ലോകത്തിന് ഇറാൻ ബോധ്യപ്പെടുത്തി കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ മാസം തന്നെ അതുണ്ടായിട്ടുണ്ട്. ഇത്രയൊക്കെ ഉള്ളൂ. അതായത് ഇപ്പോൾ ഇസ്രായേൽ കളിക്കുന്നത് മുഴുവനും അമേരിക്കയുടെ ധൈര്യത്തിലാണ്, അല്ലെങ്കിൽ അവർ ഇടപെടും എന്നുള്ള പേടിയിലാണ്. അതുകൊണ്ടാണ് ഇസ്രായേലുമായിട്ട് മറ്റ് രാജ്യങ്ങൾ കളിക്കാത്തത്. ഇറാനെ സംബന്ധിച്ചിടത്തോളം മുഖ്യ ശത്രു അമേരിക്കയാണെന്ന് കഴിഞ്ഞിട്ടാണ് ഇസ്രായേൽ ഉള്ളത്. ഇസ്രായേലിനെ ഭൂപടത്തിൽ തുടച്ചു മാറ്റുക എന്നുള്ളത് തങ്ങളുടെ ആത്യന്തിക ലക്ഷ്യമാണ് എന്ന് പല ഘട്ടത്തിലും പറഞ്ഞിട്ടുണ്ട്. അതിനനുസരിച്ച് അവർ സായുധ സംവിധാനങ്ങൾ സ്വരൂപിക്കുകയും ചെയ്തിട്ടുണ്ട്.
അതിൻ്റെ എല്ലാം പ്രതിഫലനമാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇസ്രായേലിൽ ഇറാൻ നടത്തിയത് എന്നുള്ളത് വളരെ കൃത്യമായിരിക്കുകയാണ്. അപ്പോൾ ഒരാൾക്ക് പോലും ഒരു രാജ്യത്തിന് പോലും വിശ്വസിക്കാൻ പറ്റാത്ത പ്രവൃത്തിയാണ് നടന്നത് എന്ന് ചുരുക്കം.